റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. CPIക്കെതിരായ ചതിയൻ ചന്തു പരാമർശത്തിലും മലപ്പുറം പരാമർശങ്ങളിലും വെള്ളാപ്പള്ളിയെ തള്ളി CPIM. വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ റിപ്പോർട്ടറിനോട്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും വർഗീയ ധ്രുവീകരണം നടത്തുന്നുവെന്നും MV ഗോവിന്ദന്റെ വിമർശനം. വെള്ളാപ്പള്ളി നടേശനെ നിയന്ത്രിക്കാനൊന്നും CPIMന് ഉത്തരവാദിത്വമില്ല, ബാധ്യതയുമില്ല. അദ്ദേഹം പറയുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കും, തെറ്റായ ഒന്നിനെയും അംഗീകരിക്കുകയും ചെയ്യില്ല. ഇതാണ് ഞങ്ങളുടെ സമീപനം. മുമ്പും അത് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ്. ഞങ്ങൾ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രദേശത്തെയോ ഒരു പ്രദേശത്തെ ജനതയെയോ വർഗീയമായി ചിത്രീകരിക്കുന്ന നിലപാടിനോട് അതാരായാലും ഞങ്ങൾക്ക് യോജിപ്പില്ല. വെള്ളാപ്പള്ളി നടേശനായാലും യോജിപ്പില്ല എന്ന കാര്യം മുൻകൂട്ടി തന്നെ അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. അന്ന് ഞങ്ങൾ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് തന്നെയാണ്. സജോ ദേവസി ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. സജോ, ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു വള്ളിക്കെട്ട് അങ്ങനെ പലരും സൂചിപ്പിക്കുന്നു ആയി എന്ന് ബോധ്യപ്പെടുകയാണോ? ഒരു തിരുത്തലിന്റെ സ്വരമാണോ MV ഗോവിന്ദന്റെ വാക്കുകൾക്കുള്ളത്? റോഷ്നി, ഇതിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുന്നു. അതിലേറ്റവും പ്രധാനം CPIM അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ കൂടിയും തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നയത്തിൽ തിരിച്ചടി ഉണ്ടായി എന്ന പൊതുവായ രാഷ്ട്രീയ വിമർശനം ഇതിനകം വ്യാപകമായി തന്നെ ഉയർന്നതാണ്. അതിലേറ്റവും പ്രധാനം വെള്ളാപ്പള്ളി നമ്മൾ കണ്ടതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ദിവസം മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളിയും ഒക്കെ ഔദ്യോഗിക വാഹനത്തിൽ ഒരുമിച്ച് സഞ്ചരിച്ച് വന്നിറങ്ങുന്നതടക്കം കണ്ടു. അങ്ങനെ വെള്ളാപ്പള്ളിയുടെ പിന്നീട് വന്ന പല പരാമർശങ്ങൾ, പ്രത്യേകിച്ച് മലപ്പുറം പരാമർശം, അത് മുസ്ലിം ജനവിഭാഗത്തെ പരാമർശിക്കുന്ന തരത്തിൽ അങ്ങനെയുള്ള പരാമർശങ്ങളുണ്ട്. അതിൽ വർഗീയ പരാമർശങ്ങൾ എന്ന നിലയ്ക്ക് വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു വന്നു. അത് ഒരു വശത്ത് നിൽക്കുന്നു. ഈ വിഷയത്തിൽ CPIയുടെ ഒരു നിലപാടുണ്ട്, അതിൽ വെള്ളാപ്പള്ളി സ്വീകരിച്ച നിലപാടുണ്ട്. അങ്ങനെ CPIMനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളിയെ കേന്ദ്രീകരിച്ചുള്ള വിവാദങ്ങൾ വല്ലാത്ത ബാധ്യതയായി മാറുന്നൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ വിഷയത്തിൽ വളരെ കരുതലോടുകൂടിയാണ് CPIM സംസ്ഥാന സെക്രട്ടറി പ്രതികരിക്കുന്നതെന്ന് കൂടി ശ്രദ്ധേയമാണ്. ഒന്ന്, ഈ മലപ്പുറം വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന എന്താണ് ഏറ്റവും പ്രധാനം. ആ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയും എല്ലാ കാലത്തും CPIM തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ ഒരു നിലയ്ക്കും വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുന്നതിനുള്ള ബാധ്യത അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ട ബാധ്യത CPIMന് ഇല്ല. അങ്ങനെയുള്ള എല്ലാത്തരം വർഗീയ പരാമർശങ്ങളെയും തള്ളിപ്പറയുന്നു എന്ന നിലപാട് CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നു. മറ്റൊന്ന്, CPIക്കെതിരായ വിമർശനത്തെയും അതിനോടും യോജിപ്പില്ല എന്ന് പറയുന്നു. അതായത് ഈ വിഷയത്തിൽ ഏതെങ്കിലും നിലയ്ക്ക് പ്രത്യേക ബാധ്യത CPIMന് ഇല്ല എന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്. അതായത് വളരെ എളുപ്പത്തിൽ, വളരെ വേഗത്തിൽ, വളരെ ക്ലിയറായി പറയുക എന്നത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ CPIMനെ സംബന്ധിച്ചത് വളരെ വേഗം സാധ്യമാകാത്ത നിലയുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരണം. വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പരിപൂർണമായി തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിലും ഈ കാര്യത്തിൽ ഒരു മാറ്റത്തിന്റെ സൂചന നൽകും വിധമുള്ള പ്രതികരണം CPIMന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്, സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതായത് ഈ വിഷയത്തെ സമീപിച്ചതിൽ CPIM നേതൃത്വത്തിന് ജാഗ്രത കുറവുണ്ടായോ എന്ന നിലയ്ക്ക് അണികൾക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. കാരണം അങ്ങനെ വിവാദമായ നിരവധി പ്രസ്താവനകൾ തുടർച്ചയായി നടത്തിയ വെള്ളാപ്പള്ളി നടേശൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രസ്താവനയിലൂടെ വർഗീയ ധ്രുവീകരണ പരാമർശങ്ങൾ തുടർച്ചയായി നടത്തുന്നു. അത് CPIM എൻഡോഴ്സ് ചെയ്യും വിധം അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു. അത് തിരിച്ചടിയായി എന്ന വിലയിരുത്തലുണ്ട്. സ്വാഭാവികമായും ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി. അങ്ങനെ ഏതെങ്കിലും നിലയ്ക്ക് വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ള ഇത്തരം വിവാദ പരാമർശങ്ങളെ ഏറ്റെടുക്കേണ്ടതോ അതിൽ എന്തെങ്കിലും പ്രത്യേകമായ ബാധ്യത CPIMനില്ല. ഒപ്പം അതിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നു എന്ന നിലപാട് പറയുന്നു. അത് കുറച്ചുകൂടി, അതായത് കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ കാര്യത്തിൽ ഒരു കുറച്ചെങ്കിലും ക്ലാരിറ്റിയോടുകൂടി CPIM സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു വിമർശന സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണം നടത്തുന്നത്. നേരത്തെ വെള്ളാപ്പള്ളിയും CPIMന് വീണ്ടും ഒരു 3.0 വരും എന്ന നിലയ്ക്ക് അടക്കമുള്ള പ്രതികരണങ്ങൾ ഇതിനിടെ അദ്ദേഹം തുടർച്ചയായി നടത്തുകയും ചെയ്തു. അതിനിടെയാണ് CPIയുടെ വിമർശനത്തിനെതിരായ അദ്ദേഹത്തിന്റെ മറുപടിയും ഒക്കെ വരുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ സമ്പൂർണ്ണമായി തള്ളിപ്പറയുക അല്ലെങ്കിൽ പൂർണ്ണമായും വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയുകയും അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉൾക്കൊള്ളിക്കുന്നില്ല എങ്കിൽ കൂടിയും ഈ പ്രത്യേക വിഷയങ്ങളിൽ നിലപാട് ഇതാണ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി തുറന്നു പറയുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം ഒരു സമ്പൂർണ്ണ വിമർശനത്തിലേക്ക് കടക്കേണ്ട, അതങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമോ അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യമോ തീരുമാനിക്കേണ്ടത് CPIM തന്നെയാണ് എന്നൊരു വസ്തുതയാണെന്നിരിക്കെ തന്നെ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റിയുള്ള നിലപാട്, കുറച്ചെങ്കിലും ക്ലാരിറ്റിയുള്ള നിലപാട് അദ്ദേഹം പറയുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. കൂടുതൽ കടുത്ത നിലപാട് CPIM സ്വീകരിക്കുന്നു എന്നതിന്റെ സൂചന ഏതായാലും അദ്ദേഹം നൽകുന്നില്ല. പക്ഷേ
ഒരു വ്യക്തത വരുത്തുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. എസ് സജോ ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു മൈക്ക് മുന്നിലെത്തുമ്പോൾ വർഗീയത മാത്രം പറയുന്ന, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതാവുമ്പോൾ മൈക്ക് തട്ടിമാറ്റുന്ന വെള്ളാപ്പള്ളി നടേശനെതിരായി വളരെ ക്ലാരിറ്റിയിൽ ഒരു വിമർശനം, ഒരു തള്ളിപ്പറയൽ CPIM ഇപ്പോൾ നടത്തിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും വിമർശനാത്മകമായ സ്വരത്തിൽ CPM ഇന്ന് സംസാരിക്കുന്നത് കണ്ടു. പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് ഉയരുന്ന സൂചന അത്തരത്തിലാണ്. അതൊരു ബാധ്യതയായി മാറുന്നു എന്നതിന്റെ ഒരു സൂചന പോലെയാണ് അദ്ദേഹം ഇന്ന് സംസാരിച്ചത്.